ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കായംകുളത്താണ്. ഒരു കസ്റ്റമറുടെ ഒരു ഓയിൽ ആൻഡ് ഫ്ലവർ മില്ലിലേക്ക് വന്നേക്കാണ്. വിനായക ഓയിൽ ആൻഡ് ഫ്ലവർ മിൽ എന്നാണ് പേര്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വിശേഷം നമ്മുടെ ഇവിടുത്തെ മില്ലിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഇവരുടെ മുളക്, മല്ലി, നാളികേരം ഉണക്കാനായിട്ട് നമ്മുടെ 10 ട്രെയിൻ്റെ ഡ്രയറാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഡ്രയറിൻ്റെ വിശേഷങ്ങളാണ് പറയുന്നത്. അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മില്ല് വരുന്നത്. വിനായക ഫ്ലവർ ആൻഡ് ഓയിൽ മില്ലാണ് വരുന്നത്. അപ്പോൾ ഇതിനോട് ചേർന്നിട്ട് തന്നെ ചെറിയൊരു സ്റ്റോറും കൂടി അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സാറിൻ്റെ അടുത്ത് കൊടുത്ത ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ ബാബു എന്നാണ് സാറിൻ്റെ പേര്. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഇവിടെ എന്തൊക്കെ സംഭവങ്ങളാണ് ചെയ്യുന്നത്? ഇവിടെ കൊപ്ര ആട്ടാറുണ്ട്, പിന്നെ അരി പൊടിക്കാറുണ്ട്, മുളക് പൊടിക്കാറുണ്ട്, മല്ലി, മഞ്ഞൾ, പിന്നെ അരി പൊടിച്ച് വറുത്ത് കൊടുക്കാറുണ്ട്. പച്ച തേങ്ങ, മുളക്, മല്ലി ഇതെല്ലാം ചൂടാക്കി ഉണക്കി പൊടിച്ചു കൊടുക്കാറുണ്ട്. ഒരു ഫ്ലവർ ആൻഡ് ഓയിൽ മില്ലിക്ക് ഉള്ള എല്ലാ സംഭവങ്ങളും വരുന്നുണ്ടല്ലേ? അപ്പോൾ ഞാനിവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് സാർ ഒരു റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥൻ കൂടി ആയിരുന്നു. ഞാൻ ആർമിയിൽ ഒരു 30 കൊല്ലത്തോളം സർവീസ് ചെയ്ത് 2019 റിട്ടയർ ആയി. 2019 റിട്ടയർഡ് ആയതാണല്ലേ? അപ്പൊ അതിനുശേഷം എന്താണ് ഇങ്ങനെ ഒരു മില്ല് തുടങ്ങാമെന്നുള്ളൊരു ആശയം? എൻ്റെ ചെറുപ്പത്തിൽ പിന്നെ എൻ്റെ അച്ഛനൊരു മില്ലുണ്ടായിരുന്നു, അതിലൊക്കെ ഞങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, അതിനോടൊരു ഇഷ്ടം പണ്ടേ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് റിട്ടയർഡ് ആയതിനു ശേഷം ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത് അല്ലേ? ഇപ്പൊ എത്ര നാളെ ഈ ഒരു സംരംഭം തുടങ്ങിയിട്ട്? 1 കൊല്ലം കഴിഞ്ഞു. 1 കൊല്ലം കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഡ്രയറും എടുത്തിട്ട് 1 കൊല്ലമായോ? സെപ്റ്റംബറിൽ എടുത്താണ്, കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബറിൽ ഏകദേശം 1 കൊല്ലത്തിന്റെ അടുത്ത്. അപ്പൊ ഇവിടെ ഒരുപാട് മെഷീൻസ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഡ്രയർ മാത്രമല്ല, ഒരുപാട് മെഷീൻസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ഡ്രയർ നമുക്ക് പരിചയപ്പെടാം. ഇപ്പൊ ഇതാണല്ലേ ഡ്രയർ നമ്മുടെ? അതെ. ഇപ്പൊ എന്തെങ്കിലും ഉണക്കാൻ വെച്ചിട്ടുണ്ടോ? ഓണാണല്ലോ മെഷീൻ. ഇതിനകത്ത് മുളക് വെച്ചിട്ടുണ്ട്. മുളക് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാൻ പറ്റുമോ? അതെ. പൊടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മുളക് അല്ലേ? അതെ. ഇതിപ്പോ കഴുകി വെച്ചേക്കാണ്? കഴുകി ഉണക്കാനായിട്ട് വെച്ചേക്കാണ്. നല്ല മുളക് സംഭവത്തോടെ വരുന്നുണ്ട്. സാർ ഒരു 10 തട്ടിന്റെ മെഷീനാണ് എടുത്തിരിക്കുന്നത്. ഇതിലിപ്പോ എന്തോരം ക്വാണ്ടിറ്റി കൊള്ളും മുളക്? ഇതിലൊരു 6-7 കിലോ വീതം കൊള്ളും മൊത്തമായിട്ട് നമ്മൾ വെക്കാൻ. മൊത്തം കൂടെ വെക്കുക. ഇപ്പൊ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വെക്കണമെന്നുണ്ടെങ്കിൽ കനം കൂട്ടി വെച്ചാൽ മതി. അല്ലേ? കുറച്ച് സമയം കൂടുതലെടുക്കുന്നു മാത്രം. ഇതിപ്പോ എത്ര മണിക്കൂർ എടുക്കും ഉണങ്ങാൻ? ഒരു 3 മണിക്കൂർ കൊണ്ട് നല്ലപോലെ ഉണങ്ങും അല്ലേ? നമ്മൾ കുറച്ച് വെള്ളം ആകുന്നതിന് ശേഷമാണ് വെക്കണത് അല്ലേ? വെള്ളം തോന്നുന്നതിന് ശേഷമാണ് വെക്കുന്നത്. ഇപ്പൊ നാളികേരം ആണെങ്കിൽ എത്ര സമയം എടുക്കും ഉണങ്ങാനായിട്ട്? ഏകദേശം 24-25 മണിക്കൂർ എടുക്കും. 24 മണിക്കൂർ ഉണങ്ങാനായിട്ട് എടുക്കും. അപ്പൊ അതെങ്ങനെയാ ഫുള്ള് അതിൽ വെച്ച് ഉണക്കുമ്പോൾ? ആദ്യം തേങ്ങ പൊട്ടിച്ചുകൂടെ കൊണ്ടുവരും. 150 തൊട്ട് 200 തേങ്ങ വരെ ഇതിന്റെ കപ്പാസിറ്റിയാണ്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് അടുക്കി വെച്ചിട്ട് 12-13 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ചിരട്ട ഇളക്കി കഴിഞ്ഞിട്ട് കട്ടിംഗ് മെഷീനുണ്ട്. കട്ടിംഗ് മെഷീനകത്ത് കട്ട് ചെയ്ത് ഇതിനകത്ത് വീണ്ടും കയറ്റും. ഒരു 12-13 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് കൊപ്ര ആട്ടാൻ പറ്റും. ആട്ടാൻ അതിന് ഉണങ്ങി കിട്ടും അല്ലേ? ഒരു 24-26 മണിക്കൂർ ടൈമാണ് വരുന്നത്. അപ്പൊ നാളികേരം എങ്ങനെയാണ് സാറ് പുറത്തുനിന്ന് കളക്ട് ചെയ്യുമോ അതോ ആരെയും ഇവിടെ കസ്റ്റമേഴ്സ് കൊണ്ടുവന്ന് തരുന്നതാണ്? കസ്റ്റമേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. എന്റേതും പിന്നെ ഞാൻ ആട്ടാറുണ്ട്. ഞാൻ വെളിച്ചെണ്ണ കൊടുക്കാറുണ്ട്. വെളിച്ചെണ്ണ ആട്ടി കൊടുക്കാറുണ്ട്. അപ്പോ ഇതിലിപ്പോ മല്ലി, മുളക്, നാളികേരമാണ് നോക്കുന്നത് അല്ലേ? മെയിനായിട്ട് അതാണ് നോക്കുന്നത്. ഇപ്പൊ മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നത്. മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ. ഇപ്പൊ മഴയുടെ സീസണും കൂടിയാണ്. മഴക്കാലത്തൊക്കെയാണ് സാർ ഏറ്റവും കൂടുതൽ നമ്മുടെ മെഷീൻ ഉപയോഗിക്കുന്നത്. അപ്പോ 1 വർഷമായിട്ട് സാറ് മെഷീൻ ഉപയോഗിക്കണം. മെഷീന്റെ ഭാഗത്ത് എന്തെങ്കിലും ഇതുവരെ ഒരു കംപ്ലൈന്റും വന്നിട്ടില്ല. ഒന്നും വന്നിട്ടില്ല. ഇപ്പൊ മെഷീൻ എടുത്തപ്പോ എത്ര വില വന്നിട്ടുണ്ടായിരുന്നു? 70,000 രൂപ. ടാക്സ് അടക്കം 70,000 രൂപയാണ് സാറിന് വില വന്നിട്ടുണ്ടായിരുന്നത്. ഒരു 10 തട്ടിന്റെ മെഷീനാണ് സാർ എടുത്തിരിക്കുന്നത്. മെഷീൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാണ് മെഷീൻ. ഇതിന്റെ മീറ്റർ പാനൽ സംഭവങ്ങളാണ്. വളരെ സിമ്പിളാണ്. ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്യുക, ആദ്യം ബ്രേക്കർ ഓൺ ചെയ്യുക, അതിനുശേഷം നമ്മുടെ പവർ ബട്ടൺ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ മെഷീൻ ഓൺ ആവും. നമുക്ക് ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. 60 ഡിഗ്രിയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ കാണുന്നത് ഉള്ളിൽ ഹീറ്ററിന്റെ ഇൻഡിക്കേഷൻ ലൈറ്റ് ആണ്. ഹീറ്റർ ഓൺ ആയിട്ടുള്ള ഇൻഡിക്കേഷൻ ലൈറ്റ് ആണ് കാണുന്നത്. ഒരു 10 തട്ടിന്റെ മെഷീനാണ് സാർ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ മൈൽഡ് സ്റ്റീൽ ട്രേസ് ആണ് സാർ എടുത്തിരിക്കുന്നത്. നമ്മുടെ കമ്പനി 2 ടൈപ്പ് ട്രേസ് വരുന്നുണ്ട്. ഒന്ന് ഇതേപോലെയുള്ള മൈൽഡ് സ്റ്റീലും പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിട്ടുള്ള ട്രേസ് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് മല്ലി, മുളക്, അതുപോലെ തന്നെ നാളികേരം ഉണക്കാൻ പറ്റിയിട്ടുള്ള ട്രേ ആണ്. നമുക്ക് ഈ മെഷീൻ നമുക്ക് ഫുഡ് ഐറ്റംസ് ഉണക്കണമെന്നുണ്ടെങ്കിൽ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഫിഷ് ഒക്കെ ഉണക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേസ് എടുത്താൽ മതിയായിരിക്കും. 2 ടൈപ്പ് ട്രേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സാറ് മെഷീൻ എടുത്തപ്പോൾ ഈ ഒരു മെഷീൻ മാത്രമാണ് നോക്കിയിരുന്ന സൈസ്? ഇതാണ് നോക്കിയത്. കാരണം നമുക്ക് ഉപയോഗം ഇതാണ് വരുന്നത്. ഇതിന്റെ ചെറുത് വലുതൊക്കെ കണ്ടിരുന്നോ? മെഷീൻ കമ്പനി അങ്ങനെ വന്നിട്ട്? അത് പിന്നെ ഞാൻ വീഡിയോയിലൊക്കെ കണ്ടായിരുന്നു. വീഡിയോയിൽ കണ്ടിട്ടാണല്ലേ?
കമ്പനിയിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ? ഇല്ല, കമ്പനി വന്നിട്ടില്ല, വിളിച്ച് ഓർഡർ ചെയ്യാൻ ഓർഡർ ചെയ്ത്. സാർ കമ്പനിയിൽ വന്നിട്ടില്ല. നമുക്ക് ഈ ഒരു മോഡൽ മാത്രമല്ല, ഇതിന്റെ ചെറുത് വരുന്നുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ 10 ട്രേൻ്റെയാണ്. ഇതിന്റെ ചെറുത് 7 ട്രേ, 5 ട്രേ, 3 ട്രേ. പിന്നെ ഇതിന്റെ മുകളിൽ വരുന്നത് 14 ട്രേ, 20 ട്രേ, 30 ട്രേ, 50 ട്രേ. എത്ര ട്രേസിലുള്ള ഡ്രയർ വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതും പല മെറ്റീരിയൽ നമ്മൾ മെഷീൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് നാളികേരം മാത്രം ഉണക്കാനാണെങ്കിൽ ബൾക്കായിട്ടുള്ള ഡ്രയറിലും വരുന്നുണ്ട്, കൂട്ടിയിട്ട് ഉണക്കുന്ന മെഷീൻസും വരുന്നുണ്ട്. അതുപോലെ തന്നെ സാറ് ഇവിടെ ബാക്കി മറ്റു മെഷീൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. സാർ പിന്നെ വരുന്ന മെഷീൻസ് നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് ഇപ്പം മുളകാണെങ്കിൽ ഉണക്കി കഴിഞ്ഞാൽ പൊടിപ്പിക്കണം. അപ്പം മുളക് പൊടിപ്പിക്കുന്നതിൻ്റെ മെഷീൻസ് ആണല്ലോ ഇവിടെ വരുന്നത്. മുളക് പൊടിക്കുന്ന മെഷീനാണ് ആ അപ്പുറത്തത്. അറ്റത്ത് വരുന്ന മുളക് പൊടിപ്പിക്കുന്നതിൻ്റെ മെഷീനാണ്. ഇപ്പം ഈ രണ്ടും ഇത് അരി പൊടിക്കുന്നത്, മല്ലി മഞ്ഞൾ. അപ്പോൾ ഓരോന്നിനും ഓരോ മെഷീനാണ് പൊടിപ്പിക്കുന്നത് വരുന്നത്. പിന്നെ അവിടെ ഒരു മെഷീൻ വയ്ക്കുന്നുണ്ടല്ലോ, അത് പിന്നെ അരി പൊടിച്ച് വറക്കുന്നതാണ്. അരി പൊടിച്ച് വറക്കുന്നത് അല്ലേ? അപ്പൊ പൊടിപ്പിക്കുന്ന മെഷീൻസ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇതെന്താണ് മെഷീൻ? ഇത് കൊപ്ര കട്ട് ചെയ്യുന്ന മെഷീനാണ്. ഇത് കൊപ്ര കട്ട് ചെയ്യുന്നതല്ലേ? അപ്പൊ നാളികേരം ഉണക്കി കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യുന്ന മെഷീനാണ്. അപ്പൊ ഇതിൽ നമുക്ക് എത്ര നാളികേരം വേണേലും കട്ട് ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂ ഇട്ട് കൊടുക്കുന്നതിന് ആ സ്പീഡിലേക്ക് വന്നുകൊണ്ടിരിക്കും അല്ലേ? അത് എത്ര സൈസിലെ കട്ടാവും? അപ്പോൾ ഭയങ്കര ചെറുതാവും അതോ? തീരെ ചെറുതാവും. 1-2 പ്രാവശ്യം ഒന്നുകൂടെ നമുക്ക് തീരെ ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഇട്ടാൽ മതി അല്ലേ? ഓ, അങ്ങനത്തെ കട്ടിങ് മെഷീനാണ് വരുന്നത്. പിന്നെ വരുന്നത് ഇത് എസ്പെല്ലറാണ്, കൊപ്ര ആട്ടുന്ന മെഷീനാണ്, എണ്ണ അയക്കുന്ന മെഷീനാണ്. ഇത്രയും മെഷീൻസ് ആണ് ഇവിടെ വരുന്നത്. കൊപ്ര ആട്ടുന്നത്, കട്ട് ചെയ്യുന്നത്, പൊടിപ്പിക്കുന്നത്, പിന്നെ നമ്മുടെ ഡ്രയർ, ഇത്രയും മെഷീൻസ് വരുന്നുണ്ട്. നല്ലൊരു മില്ലാണ്, നമ്മുടെ റോഡ് സൈഡിനോട് ചേർന്നിട്ട് തന്നെയാണ്. അപ്പോൾ ഇത് എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്? ഇത് പിന്നെ കറ്റാനം ഭരണിക്കാവ്. കറ്റാനം ഭരണിക്കാവ്, നമ്മുടെ കായംകുളത്ത് കറ്റാനം ഭരണിക്കാവ്. അതെ, വിനായക ഫ്ലവർ ആൻഡ് ഓയിൽ മിൽ എന്നാണ് പേര്. അതുപോലെ തന്നെ സ്റ്റോറും കൂടി വരുന്നുണ്ട് അല്ലേ? ചെറിയൊരു ഷോപ്പും കൂടി വരുന്നുണ്ട്. അപ്പൊ ഇതും രണ്ടും ഒരുമിച്ച് തന്നെയാണ് തുടങ്ങിയത്. അതെ, രണ്ടും ഒരുമിച്ച് തന്നെയാണ് തുടങ്ങിയത്. അതുപോലെ തന്നെ സാർ ഇപ്പൊ നമ്മളിപ്പോ ഈ മെഷീന് സാർ ഇപ്പൊ 1 വർഷമായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോ ഇതേപോലെ ഒരു മില്ല് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും സംഭവം ഉണക്കുന്ന ആഗ്രഹിക്കുന്ന ആള്, നമ്മുടെ മെഷീനെ പറ്റിയിട്ട് സാറിന് എന്താ പറയാനുള്ള അവരുടെ അടുത്ത്? മെഷീൻ ഇതുവരെ എനിക്ക് കംപ്ലൈന്റ് ഒന്നുമില്ല. പിന്നെ ഓപ്പറേഷൻ, പിന്നെ ഇത് ഉപയോഗിക്കാനും വലിയ പാടുകളൊന്നുമില്ല. സിമ്പിളാണ്. അപ്പൊ ഉണങ്ങി കിട്ടലും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഉണങ്ങുന്നുണ്ടോ? ഉണങ്ങുന്നുണ്ടല്ലേ? ഇതുവരെ ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല സാറിന്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ മുളകോ മല്ലിയോ നാളികേര സംഭവമൊക്കെ ഉണക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെൽമാർക്കിന്റെ ഡ്രയർ മേടിക്കാന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ചെറുത് തൊട്ട് വലിയ മെഷീൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതും പല ടൈപ്പിലുള്ളത്, പല മെറ്റീരിയൽ വെച്ചുള്ള മെഷീൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാർ 1 വർഷമായിട്ട് നമ്മുടെ മെഷീൻ ഉപയോഗിക്കുകയാണ്. മെഷീൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പോരായ്മയില്ല. സാറ് നല്ല സാറ്റിസ്ഫൈഡ് ആണ് നമ്മുടെ മെഷീൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സംഭവം ഉണക്കാനായിട്ട് നമ്മുടെ ഡെൽമാർക്കിൻ്റെ മെഷീൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെൽമാർക്കിനെ കോൺടാക്ട് ചെയ്യാം. അത് നമ്മുടെ മെഷീൻസ് എല്ലാം തന്നെ ഓൾ ഓവർ ഇന്ത്യ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമുക്ക് മെഷീൻസ് എല്ലാം തന്നെ എത്തിച്ചേരാനായിട്ട് പറ്റും. അപ്പോൾ സാറിന് കൂടുതലായിട്ട് എന്തെങ്കിലും പറയണ്ടോ നമ്മുടെ വീഡിയോയിൽ? കറക്റ്റ് ഷെയർ എടുത്ത് അല്ല, എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.